ഞാനാണു മിസ്റ്റർ ബർമ്മ, നാട്ടാർക്കു ചേർന്ന് ഉരുണ്ടുമാറി അകന്നു പോകുന്നതും നോക്കി നിസ്സഹായതയുടെ അമലയും ശീതവും. കരണ്ടോ? കരണ്ട് വന്നു. അതെ, ഞാൻ അറിയാതെ എങ്ങനെയാണ് കരണ്ട് വന്നത്? സാധാരണ എല്ലായിടത്തും എങ്ങനെയാണ് പറഞ്ഞത്? ലൈൻ കമ്പി വഴി. ഞാൻ നിങ്ങളുടെ തമാശ കേൾക്കാൻ വേണ്ടി വന്നതല്ല, ഈ ലൈന് കണക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പൊ സാറ് ലൈൻ കണക്ട് ചെയ്ത് പോ. നിങ്ങളോട് ആരാ പറഞ്ഞത് കണക്ട് ചെയ്യാൻ? സാറേ, കറണ്ട് ഇല്ലാതെ എത്ര നേരം എന്ന് വെച്ചിട്ടാണ്. രാത്രി ഫാൻ ഇടാതെ ഉറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനൊരു വയറെടുത്ത് കണക്ട് ചെയ്തു. സാർ അത് വലിച്ചു ഊരിയിട്ട് ഫ്യൂസ് കണക്ട് ചെയ്തിട്ട് പോ. നിങ്ങൾ ചെയ്ത് എത്ര വലിയ കുറ്റാണെന്ന് ഞങ്ങൾക്ക് അറിയാമോ? ഓ, ഇതെന്ത് കുറ്റം? എന്നാ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യ്, നേരെ ആ പോസ്റ്റിലോട്ടാ കയറ്, എന്നാൽ വേനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വലി. സാറേ, ഇത് ഇത്ര വലിയ വിഷയമാക്കാനുണ്ടോ? വിഷയമാക്കാനുണ്ട്. നിങ്ങൾ ഈ വീടിന്റെ ഓണറായിരിക്കും, കറണ്ട് നിങ്ങളുടെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലോ. ഇതെങ്ങനെ ഫ്യൂസ് ഊരാനും കുത്താനും കളിക്കാൻ? നിങ്ങളിത് ഊരാൻ കാണിക്കുന്ന ശുഷ്കാന്തി തിരിച്ചങ്ങോട്ട് കുത്താൻ വേണ്ടി കാണിക്കുന്നില്ലല്ലോ. ബില്ലും അടച്ചിട്ട് ഞാൻ 3-4 തവണ നിങ്ങളുടെ ഓഫീസിൽ കയറി ഇറങ്ങി, എന്നിട്ട് ഒരു നടപടി ഉണ്ടാകത്തോണ്ടാണ് ഞാൻ ഒരു വയറെടുത്ത് കണക്ട് ചെയ്തത്. അത് വലിയ കുറ്റമായി പോയി. മരം വീണെടുത്ത് പോയി ആ ലൈൻ എല്ലാം ശരിയാക്കിയിട്ടാണ് ഞാൻ വരുന്നത് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നിങ്ങൾ ഈ തോന്നിയാസം എന്താ കളിക്കണേ? നിങ്ങൾ ആ ഫ്യൂസ് എടുത്ത് കുത്തിയാ പോരെ, എവിടെ കിടന്ന് ബേളം ഉണ്ടാകണ കാര്യം. എന്താ എന്റെ പെങ്ങളെ ഇത്? അത് കുഴപ്പമില്ല, അവര് കമ്പനി സാധനങ്ങൾ ഇറക്കും, ഞാൻ പറഞ്ഞില്ലേ. പെങ്ങളെ, ഇയാൾക്കോ വിവരമില്ല. നിങ്ങൾക്ക് എങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോടെ ഫ്യൂസ് ഊരുന്നതും കുത്തുന്നതും കുറ്റകരമാണെന്ന്? ഫ്യൂസ് കെട്ടുന്നത് കുറ്റാണോ? പിന്നെ കുറ്റല്ലേ? അയ്യോ, ഭയങ്കര കുറ്റമാണ്. IPC 342 വകുപ്പ് പ്രകാരം അത് ഭയങ്കര ഒരു കുറ്റമാണ്. പിന്നെ നമ്പർ അറിഞ്ഞൂടാത്ത വേറൊരു വകുപ്പ് പ്രകാരം ഇത് തിരിച്ച് കുത്തുന്നതും കുറ്റമാണ്, അല്ലേ സാറേ? ഓഹോ, കളിയൊക്കെയാണ്. എന്നാ ഇപ്പൊ കാണിച്ചു തരാം ഞാൻ. സാറേ, എൻ്റെ അത് ഒരു മഞ്ഞ വയറാണ് ഞാൻ കണക്ട് ചെയ്തത്. ഒരു മഞ്ഞ, അത് എനിക്കറിയാം. എന്നെ പഠിപ്പിക്കണം. അതങ്ങനെയല്ല, ഒന്ന് ഊരടോ. ഒരു മീറ്ററിന്റെ ലോക്ക് പോലും ഊരാറിഞ്ഞു ഇവിടെ സാറേ. അത് തന്നെ ഊരിയാ മതി, വലിച്ചൂരിയ. അത് ഊരി. ഇനി ആ ഫ്യൂസ് എടുത്ത് കുത്ത്. ഇനി എങ്ങാനും താൻ ഇതെടുത്ത് കുത്തിയെന്ന് ഞാൻ അറിഞ്ഞാൽ അപ്പൊ കാണിച്ചു തരാം. അപ്പൊ ഫ്യൂസ് കുത്തണ്ടേ? എടോ, ഇത് എന്റെ ചോറാണ്. ആത്മാർത്ഥതയുള്ള ഒരു KSEB ഉദ്യോഗസ്ഥൻ ഇതിന് കൂട്ടു നിൽക്കൂല. അയ്യോ സാറേ, ഞാൻ അരി പൊടിക്കായിരുന്നു. അരിപ്പൊടി നമ്മുടെ ഔസേപ്പേട്ടന്റെ കടയിൽ നിന്ന് വാങ്ങിക്കേ. അല്ലെങ്കിൽ വേണ്ട, അരിപ്പൊടിക്ക് നല്ല സൂണന്റെ കടയിൽ നിന്ന് വെച്ചാൽ മതി. തന്നെ സാറേ, എന്താ ഇത്? 100 രൂപ. അത് 100 രൂപയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇത് എന്തിനാ എനിക്ക് തരുന്നതെന്ന്? എന്റെ ഒരു സന്തോഷത്തിന്. അത് വേണ്ട, തനിക്ക് സന്തോഷത്താണെങ്കിൽ ഒരു കാര്യം ചെയ്യും, താൻ റോഡിലേക്ക് ഇറങ്ങി നിൽക്ക്. എന്നിട്ട് വരുന്നവരും പോകുന്നവരും ഒക്കെ 100 രൂപ വെച്ച് കൊടുക്ക്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം വരും. തുള്ളിച്ചാടാം കേട്ടോ. ഫ്യൂസ് കുത്തണ്ടേ? എടോ, ഞാൻ ആള് വേറെയാണ്. എന്റെ മുഖമുദ്ര എന്താണെന്ന് എനിക്കറിയാമോ? ഇല്ല, അറിഞ്ഞൂടാ. സത്യസന്ധതയും ആത്മാർത്ഥതയുമാണ് എന്റെ മുഖമുദ്ര കേട്ടോ. നമുക്ക് കാണേണ്ടി വരും. ശരി കേട്ടോ പെങ്ങളെ. ഏട്ടാ, ഒന്ന് സുഗുണൻ ചേട്ടന്റെ കട വരെ പോയിട്ട് വരോ? എന്തിന്? അരിപ്പൊടി വാങ്ങാൻ. ആ ലൈമാൻ പറഞ്ഞല്ലോ നല്ലതാന്ന്. എന്റെ ഔസേപ്പേട്ടന്റെ ദോഷമാവും സുഗുണന്റെ അരിപ്പൊടിയും. കയറിപ്പൊടിയാത്ത് ഒരു പെങ്ങളെ ഞങ്ങളെ വന്നേക്കണ്. ഇത് കുറെ കണ്ടിട്ടുണ്ട് കേട്ടാ. അരിപ്പൊടി നിനക്ക് എപ്പോഴും അരിപ്പൊടി വാങ്ങിക്കണം. അപ്പൊ അതാണിപ്പോ പ്രശ്നം അല്ലേ? സംഭവമൊക്കെ ശരി തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ ഈ KSEBയുടെ ഇതിലൊക്കെ നിങ്ങളെ അധികാരം ബില്ല് അടച്ചിട്ടുണ്ടായിരുന്നു. അതെ, ബില്ലടച്ച്. പക്ഷെ അതിപ്പോ അവിടുത്തെ ലൈൻമാൻ ചെന്നൈയിലായിരുന്നു. നിങ്ങളോ ഒരു ദിവസം താമസിച്ചു. അതെ, അല്ല അപ്പൊ എന്താ പറയണെന്ന് വെച്ചാല് നിങ്ങള് ഈ പറഞ്ഞ മാതിരി KSEBിന്റെ ചില ആവശ്യങ്ങൾ പറയണത് അങ്ങോട്ട് കേൾക്കാതെയോ. ഈ തോക്കിന്റെ ഇടയിൽ കയറിയിട്ട് പടി വെക്കാൻ കല്ലേ പറഞ്ഞ കേക്ക്. ബില്ല് അടച്ചു. അതുകൊണ്ട് ബില്ലടച്ചു. അവിടുന്ന് ആള് വരാത്തോണ്ടല്ലേ ഞാൻ പോയി. അപ്പൊ ബില്ലടച്ചു, ആള് വന്നില്ല കണ്ടില്ല ചങ്ങൾ എടുത്ത് കെട്ടും. ബില്ലടച്ചിട്ട് 2-3 ദിവസം വെയിറ്റ് ചെയ്ത്. അപ്പൊ വെയിറ്റ് ചെയ്യേണ്ടൊക്കെ വരും. ഇവിടെ ഉണ്ടായിരുന്നു ഒരാൾ, ഇവിടെ ഉണ്ടായിരുന്നു, അയാള് വരാന്ന്. അതന്നെ നിങ്ങൾ പറഞ്ഞു. ഞാൻ ഇവിടെ സാറിന്റെ അടുത്ത് വന്നായിരുന്നു. സാറിന്റെ അടുത്ത് വന്നപ്പോ ഇവിടെ പുള്ളിയുടെ അടുത്ത് വന്നപ്പോ ഈ പറഞ്ഞ സത്യശീലൻ എന്ന് പറഞ്ഞ ആളെ അങ്ങോട്ട് വിളിച്ചു. അപ്പൊ അയാളുടെ കൂടെ വേറൊരാള് വന്നു. അയാള് വരാന്ന് പറഞ്ഞു. എന്നാ ഞാൻ അതിന്റെ സത്യാവസ്ഥ പറഞ്ഞുതരാം. അങ്ങനെ അതുവഴി ഇയാള് പറഞ്ഞു അത് ഇപ്പൊ വരണ്ട, നിങ്ങള് പോകണ്ട, നിങ്ങളുടെ സ്ഥലമല്ല. അയാള് വന്നാ മതിയായിരുന്നു. ഒന്ന് ഫ്യൂസ് ഇടുന്ന കാര്യമല്ലേ, വലിയ പ്രശ്നമുള്ള കാര്യമൊന്നും അല്ലല്ലോ സാർ. ആർക്കാനക്കോ അനക്ക് പ്രശ്നമല്ല, അത് ഇവിടെ KSEBക്ക് പ്രശ്നം തന്നെയാണ്. പൊതുജനങ്ങൾ അങ്ങനെ കയറി ഒരു ഫ്യൂസ് കെട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നം തന്നെയാണ്. നാളെ നിങ്ങൾ അതിന്റെ മുകളിൽ കയറിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്താല്, ഒരു മരണം സംഭവിച്ചാല് ആരും ഉത്തരവാദിത്വം പറയൂ? നിങ്ങൾ പറയോ? അപ്പൊ എന്തായാലും ഇപ്പൊ പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പൊ ഞാൻ അത് നിലവില്
നിങ്ങളുടെ ഇപ്പോൾ ഈ ഒരു പരാതി ഞാനത് വേറെ പരാതിയൊന്നും ഇല്ലെങ്കിലും ഞാൻ ലൈൻമാൻ വരട്ടെ. അയാൾ ഒന്നാമത്തെ ഈ ലൈൻമാൻ പി സത്യശീലൻ എന്ന് പറഞ്ഞ ആൾ ഇത്തിരി ആത്മാർത്ഥതയും ഇത്തിരി കൃത്യനിഷ്ഠയൊക്കെ കൂടുതൽ, അങ്ങനെ ഭ്രാന്തായ ആളായോ ഇത്തിരി പട്ടുള്ളോനാ. അപ്പോൾ ഓരോടത് പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിലും ഉണ്ട്. ഓൻ്റെ പണിയാണ് ഇപ്പോൾ നിങ്ങൾ കയ്യാളിയത്. അതിൻ്റെ ഒരു ചുരക്കാണ് മൂപ്പര് ഉള്ളിൽ കിടക്കണത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വൈക്കണത്. അത് ഞാൻ പറഞ്ഞ് ശരിയാക്കാം കേട്ടോ. സത്യശീലൻ മറ്റേ കറണ്ട് ഇല്ല. അതെ അതെ അത് ഉണ്ടാവൂലല്ലോ വീട്ടിൽ. അതാണ് എന്റെ ഫീസ് ഇതുവരെ ശരിയായില്ലേ? എന്റെ ഫ്യൂസിന്റെ കാര്യം അവിടെ കിട്ടും. സാർ ആദ്യം ഈ ഫോൺ നേരെ വെക്കും. അടിക്കണം. നമസ്കാരം, KSEB. കറണ്ടിന് വരില്ല. ഇന്ന് നല്ല നാളെ നല്ല ഇനി ഒരിക്കലും വരില്ല. കറണ്ട് മരിച്ചുപോയി.